സ്വാഗതം. ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് A1ന്റെ സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. അതായത് സാലൻ ഓഫ് ഡോഷ് മീൻസ് നമ്പേഴ്സ് ഇൻ ജർമ്മൻ. സോ എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് 1 തൊട്ട് 100 വരെ എണ്ണാൻ പഠിക്കുന്നത്, അതായിരിക്കും ഇന്ന് ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. സോ നമ്പർ ഇൻ ജർമ്മൻ, നമ്പേഴ്സ്. ഇപ്പം നമ്പേഴ്സിന് ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നതാണ് സാലൻ. എന്താണ് സാലൻ? സാലൻ മീൻസ് നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1 മുതൽ 10 വരെ എങ്ങനെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ പറയാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യാ, ലെറ്റ്സ് ഗോ. ലോസ് ഗേറ്റ്. Study nursing in Germany with stipend. 1 lakh monthly stipend. Eligibility: +2 Science, Humanities, Commerce with 70% marks. We offers German language A1 to B2. Admission process: travel assistance. Contact CPTE for getting nursing admissions in Germany. നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നതാണ് നുൾ. എന്താണ് നുൾ? സോ നുൾ മീൻസ് 0. നെക്സ്റ്റ് വൺ 1. 1ന് പറയുന്നതാണ് eins. എന്താണ് eins? സോ നുൾ eins. നെക്സ്റ്റ് വൺ 2. 2ന് നമ്മൾ പറയുന്നതാണ് zwei. എന്താണ് zwei? zwei. നെക്സ്റ്റ് വൺ 3. 3ന് നമ്മൾ പറയുന്നതാണ് 3. 3ക്ക് നമ്മൾ പറയുന്നതാണ് ഡ്രൈ. എന്താണ് ഡ്രൈ? ഡ്രൈ. നെക്സ്റ്റ് 4. 4ന് പറയുന്നതാണ് ഫിയ. എന്താണ് ഫിയ? എന്നോടൊപ്പം തന്നെ ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. എങ്ങനെ പറയുന്നത്? ഫിയ. ഫിയ. വി എന്ന് പറയുന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ എപ്പോഴും ഫൗ എന്നാണ്. സോ വിയുടെ പ്രൊനൗൺസിയേഷൻ എപ്പോഴും എഫ് കൂട്ടി വേണം പറയാൻ. അപ്പം എങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും? ഫിയ. ഓക്കെ, സോ ഫിയർ മീൻസ് 4. ഇനി 5ന് നമ്മൾ പറയുന്നതാണ് ഫ്യൂൻഫ്. എന്താണ് ഫ്യൂൻഫ്? യു ഉംലൗട്ടഡ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം എങ്ങനെ പറയാം? ഫ്യൂൻഫ്. നെക്സ്റ്റ് വൺ 6. 6ന് പറയുന്നതാണ് സെക്സ്. എന്താണ് സെക്സ്? സെക്സ്. നെക്സ്റ്റ് വൺ 7. 7ന് പറയുന്നത് സീബൻ. 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 സീബൻ മീൻസ് 7. 8ന് പറയുന്നതാണ് ആർട്ട്. 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 ആർട്ട് മീൻസ് 8. ഇനി 9ന് നമ്മൾ പറയുന്നതാണ് നോയൻ. നോയൻ. സോ നോയൻ മീൻസ് 9. ഓക്കെ, ഇനി 10ന് പറയുന്നതാണ് സെയിൻ. എന്താണ് സെയിൻ? സെഹൻ എന്ന് ചിലർ പറയും, അത് തെറ്റാണ്. എച്ച് സൈലന്റ് ആണ്. എങ്ങനെ പറയാം? സെയിൻ. 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 സെയിൻ മീൻസ് 10. അപ്പോൾ 1 തൊട്ട് 10 വരെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? നമുക്ക് ഒന്നും കൂടെ റീഡ് ചെയ്യാം. സോ നുള്ള്. നുൾ മീൻസ് 0. 1ന് എന്താ പറയുന്നത്? eins. 2ന് zwei. 3ക്ക് drei. Become a registered nurse in Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language, German culture, society, geography and economy. Basic German laws which a nurse should know. ഫിയർ മീൻസ് 4. 4ന് 4ന് നമ്മൾ പറയുന്നതാണ് ഫിയർ. ഇനി 5 എങ്ങനെ വായിക്കാം? ഫ്യൂൻഫ്. ഫ്യൂൻഫ്.
റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 1 തൊട്ട് 100 വരെ ഒരു വേറൊരു ഭാഷയിൽ എനിക്ക് എങ്ങനെ പഠിച്ചെടുക്കാമെന്ന് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു ഷോക്ക് പോലെ ആയിരിക്കാം. ബട്ട് നിങ്ങളത് ഈ ഒരു മെത്തേഡിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 1 തൊട്ട് 10 വരെ നമ്മൾ വിതിൻ സെക്കൻഡിലാണ് പഠിച്ചെടുത്തത് അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാം 11 മുതൽ 20 വരെ. ഓക്കെ, 11 നമ്മൾ പറയുന്നതാണ് എൽഫ്. എന്താണ് എൽഫ്? എൽഫ്. 12 സ്വൽഫ്. സ്വൽഫ്. ഡബ്ല്യുവിന് ഓയ്ക്ക് ഉംലൗട്ടാണ്. സ്വൽഫ്. സ്വൽഫ് മീൻസ് 12. 12ന് നമ്മൾ പറയുന്നതാണ് സ്വൽഫ്. ഇനി 13 എന്താ പറയുന്നത്? ഡ്രൈസേ. ഡ്രൈസേ. ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇനി 13 തൊട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഈസി വേ ഉണ്ട്. അതായത് 13നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. 10+3 അല്ലേ. 10+3 എന്ന് പറയുന്നതാണ് 13. അതിൽ സ്മോളസ്റ്റ് സംഖ്യയായ 3 ആദ്യം പറയുക. 3ന് എന്താ പറയുന്നത്? നമ്മൾ ജസ്റ്റ് നൗ പഠിച്ചാണല്ലോ. എന്താണ്? ദ്രൈ. 10ന് എന്താ പറയുന്നത്? സേ. അപ്പം 10+3 എന്നുള്ളതിന് സ്മോളസ്റ്റ് സംഖ്യ ആദ്യം എടുക്കുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഈ ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലാഭം വരുത്തും. പിന്നെയായിട്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തന്നെ പറയാനായിട്ട് പറ്റും. ആദ്യം ഇച്ചിരി സ്ലോ ആയിരിക്കും, പിന്നീട് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. 10+3 = 13. അതിൽ സ്മോളസ്റ്റ് സംഖ്യ ആദ്യം പറയുക. അത് 3 ആണ്. 3ന് നമ്മൾ പഠിച്ചത് ദ്രൈ എന്നാണ്. ദെൻ 10ന് എന്താ പറഞ്ഞത്? 10ന് സേ. സോ ഇറ്റ് ഷുഡ് ബി ദ്രൈസേ. ഓക്കെ. ഇനി അടുത്തത് 14ന് എന്താ പറയുക? 10+4 4 എന്ന് പറയുന്നതിന് പഠിച്ചോളൂ ഇപ്പം തന്നെ. ഫിയ. 10ന് സേ. സോ ഫിയർസേ. അടുത്ത 15 എന്ത് പറയാൻ പറ്റും? ഫ്യൂൻസേ. 16 എന്ത് പറയാം? സെക്സേ. സെക്സേ. നമുക്ക് 6ന് എന്താ പറയുന്നത്? സെക്സ്. അല്ല, എസിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. സോ ഇറ്റ് ഷുഡ് ബി സെക്സേ. അടുത്തത് സീബ്സേ. സീബ്സേനും സെക്സേനും ശ്രദ്ധിക്കണം. സീബ്സേന് 7 നമ്മൾ സീബൻ എന്നാ പറയുന്നത്. ഇവിടെ ഇന്റെ ആവശ്യം വരുന്നില്ല. സോ സീബ്സേ. അത്രയും മതിയാവും. ഓക്കെ, ഈ രണ്ടെണ്ണം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. ഇനി 18ന് എന്താ പറയുന്നത്? ആക്സേ. 8ന് ആക്ട്. 10ന് സേ. സോ ഇറ്റ് ഷുഡ് ബി ആക്സേ. ഓക്കെ. നോയൻസേ. 19 നോയൻസേ. 20ക്ക് എന്താ പറയുന്നത്? സ്വാൻസിഷ്. 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 ഓക്കെ, നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. 11 മുതൽ എൽഫ് തൊട്ട് സ്വാൻസിഷ് വരെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ എൽഫ്, സ്വൽഫ്, ഡ്രൈസേൻ, ഫിയർസേൻ, ഫുൻസേൻ, സെക്സേൻ, സീബ്സേൻ, ആക്സേൻ, നോയൻസേൻ, സ്വാൻസിഷ്. സ്വാൻസിഷ്. സ്വാൻസിഷ് മീൻസ് 20. അപ്പോൾ നമ്മൾ 0 മുതൽ 20 വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 20 തൊട്ട് 30 വരെ എങ്ങനെയാകുമെന്ന് നോക്കാം. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ 13, 14 ഒക്കെ വരുമ്പോൾ ജസ്റ്റ് സ്പ്ലിറ്റ് ഔട്ട് ചെയ്തിട്ട് സ്മോളസ്റ്റ് സംഖ്യ ആദ്യം എടുത്തിട്ട് അതിനെന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് പറയാം. ഇനി 21 തൊട്ട് 30. 21 തൊട്ട് 30 ആയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് 100 വരെ വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, 21നെ വീണ്ടും സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് നോക്കിക്കുക. എങ്ങനെയാവും? 20+1 സ്മോളസ്റ്റ് സംഖ്യ 1. അതിന് നമ്മൾ പറയുന്നത് എന്തായിരുന്നു? ഒന്നിന് പറഞ്ഞ് ഐ. ഇനി 20 തൊട്ട് നമ്മൾ പറയുമ്പോൾ നടുക്ക് ഉണ്ട് ചേർക്കണം. ഉണ്ട്. ഉണ്ട് മീൻസ് ആൻഡ് എന്നുള്ള അർത്ഥമാണ് അല്ലേ. മീ ആൻഡ് ആൻഡ്. ഈ ആൻഡിന് നമ്മൾ പറയുന്നതാണ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാനായിട്ട് പറ്റും? 21നെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്യുക. 1+20. അതിലെ 1 ആദ്യം പറയുക. അതിന് നമ്മൾ പറയുന്നത് എന്തായിരുന്നു? ഐൻസ്. അതിന് എസിന്റെ ആവശ്യം വരുന്നില്ല. ദാറ്റ് ഷുഡ് ബി കട്ട്. അത് നമുക്ക് വേണ്ട ഇവിടെ. സോ ഐ ഉണ്ട്. 20ക്ക് എന്താ പറയുന്നത്? ഇപ്പൊ പഠിച്ചോളൂല്ലോ. എന്താണ്? സ്വാൻസിഷ്. ഇപ്പൊ എങ്ങനെ പറയാം? ഐനൂൺ സ്വാൻസിഷ്. അടുത്ത 22. 20+2 2 ആദ്യം പറയാം. 2ന് എന്താ ഇപ്പൊ പഠിച്ചത്? സ്വൈ. ഉണ്ട് ചേർക്കണം. സ്വൈയൂൺ സ്വാൻസിഷ്. നെക്സ്റ്റ് വൺ ദ്രൈയൂൺ സ്വാൻസിഷ്. 24 ഫിയറൂൺ സ്വാൻസിഷ്. 26 25 ഫുൻഫുൺ സ്വാൻസിഷ്. 26 ആകുമ്പോൾ സെക്സൂൺ സ്വാൻസിഷ്. 27 സീബനൂൺ സ്വാൻസിഷ്. ഇവിടെ സീബൻ മൊത്തത്തിൽ വരണം. ഓക്കെ, സീബനൂൺ സ്വാൻസിഷ്. നെക്സ്റ്റ് വൺ ആക്ടൂൺ
𝗙𝗢𝗡𝗧. ഇനി 30ക്ക് പറയുന്നതാണ് ദ്രൈസിഷ്. സ്പെല്ലിങ് ശ്രദ്ധിക്കണം, സ്പെല്ലിങ്ങിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം 29 വരെ എങ്ങനെ നമ്മൾ പഠിച്ചു? 20 തൊട്ട് 29 വരെ എഴുതുമ്പോൾ 30 തൊട്ട് 39 എന്ത് തന്നെ ആയാലും നടുക്ക് ഇനി തൊട്ട് ഉണ്ട് വരാറുണ്ട്. 21. 21ല് 1ന് പറയുന്നതാണ് ഐൻസ് ഊൺ, 20ക്ക് സ്വാൻസിഷ്. സോ എന്താവും? ഐനൂൺ സ്വാൻസിഷ്, സ്വയും സ്വാൻസിഷ്, ദ്രൈയും സ്വാൻസിഷ്. 23 ഫിയറും സ്വാൻസിഷ്, ഫുൻഫുൻ സ്വാൻസിഷ്, സെക്സും സ്വാൻസിഷ്, സീബനും സ്വാൻസിഷ്, ആക്ടും സ്വാൻസിഷ്, നോയനും സ്വാൻസിഷ്. സോ 29 വരെ നമ്മൾ വൃത്തിയ പഠിച്ചു. 21 തൊട്ട് 29. ഇനി 30ക്ക് നമ്മൾ പറയുന്നതാണ് ദ്രൈസിഷ്. എന്നോടൊപ്പം തന്നെ പ്രൊനൗൺസ് ചെയ്ത് എങ്ങനെയാണ്? ദ്രൈസിഷ്. 30 തൊട്ട്, അതായത് 31 തൊട്ട് 39 വരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്ക്. ഇപ്പൊ 21 തൊട്ട് 29 പഠിച്ച പോലെ സെയിം തന്നെയാണ്. എവിടെ സ്വാൻസിഷിന് പകരം ദ്രൈസിഷ് ആകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? 31, 31, 1 + 30, സ്മോളസ്റ്റ് സംഖ്യ 1, 1ന് പറയുന്ന ഐൻ ഊൺ ദ്രൈസിഷ്. 30ന് എന്താ പറയുന്നത്? ദ്രൈസിഷ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി നോക്കിക്കേ നിങ്ങൾ. ദ്രൈയും ദ്രൈസിഷ്, ഫിയറും ദ്രൈസിഷ്, ഫ്യൂൻഫുൻ ദ്രൈസിഷ്, സെക്സും ദ്രൈസിഷ്. അങ്ങനെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് 40. 40ക്ക് എന്താ പറയുന്നത്? ഫിയർസിഷ്. 41 എടുത്ത് നോക്കിക്കേ. ഐനൂൺ ഫിയർസിഷ്, സ്വയും ഫിയർസിഷ്, ദ്രൈയും ഫിയർസിഷ്. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ 21 തൊട്ട് 30 വരെ അല്ലെ 29 വരെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ അതിന്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായാൽ ബാക്കി 100 വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. സോ 30ന് എന്താ പറയുന്നത്? ദ്രൈസിഷ്. 40ക്ക് ഫിയർസിഷ്. അതിന്റെ ബാക്കിയുള്ള നിങ്ങൾ സ്വയം എഴുതി നോക്കണം. നമുക്ക് ക്ലിയർ ആയിട്ടത് മനസ്സിലായതുകൊണ്ട് എഴുതാനായിട്ട് സാധിക്കും. 41 ഐനൂൺ ഫിയർസിഷ്, 42 സ്വയും ഫിയർസിഷ്, 43 ദ്രൈയും ഫിയർസിഷ്. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കത് കിട്ടും. ഇനി 50ക്ക് എന്താ പറയുന്നത്? ഫുൻസിഷ്. ഫുൻസിഷ്. ഇത് മാത്രം ഹെഡിങ് അറിയുന്ന താഴെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. സോ 50ക്ക് എന്താ പറയുന്നത്? ഫുൻസിഷ്. 60 സെഗ്സിഷ്, സെഗ്സിഷ്. 70 സീബ്സിഷ്. 80 ആർട്സിഷ്. 90 നോയൻസിഷ്, നോയൻസിഷ്. സോ ഇതിനിടയ്ക്കുള്ള 79ഉം 99ഉം എന്താ പറയുന്നതെന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും അല്ലേ? നമുക്കിപ്പം 55 വരുമ്പോൾ 50 + 5, 5ന് പറയുന്നത് ഫ്യൂൻ ഊൺ ഫ്യൂൻസിഷ്, സെക്സും സെക്സിഷ്, സീബനും സീബ്സിഷ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓൺലി 50ക്ക് പറയുന്നത് എന്തായിരുന്നു? ഫ്യൂൻസിഷ്, സെഗ്സിഷ്, സീബ്സിഷ്, ആർട്സിഷ്, നോയൻസിഷ്. ഇനി 100 എന്താ പറയുന്നത്? ഹുണ്ടേർഡ്. എന്താണ്? ഹുണ്ടേർഡ് അല്ലെങ്കിൽ 100 എന്നും പറയാം. സോ 100 മീൻസ് 100. സോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1 മുതൽ, അതായത് 0 to 100 വരെ എങ്ങനെയാണ് പറയുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ റിമൈനിങ് പോർഷൻ, അതായത് 100 to million വരെ എങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും ജർമ്മൻ ലാംഗ്വേജിൽ. അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ചൂസ് auf Wiedersehen. Vielen Dank. German language coaching A1, A2, B1, B2. Online, offline and combination of online and offline batches. Crash courses, short time and long time batches. Guaranteed results. Morning, day and night batches. Flexible timing options. Affordable packages.